Hello, welcome back to my channel and I'm your Nimsha Davies. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലീഡ് കോഡിൻ്റെ ഫസ്റ്റത്തെ പ്രോഗ്രാമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ലീഡ് കോഡ് സീരീസ് അതിൽ ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 സം പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈസി സീരീസ് ആയിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടാവാന്ന്. പക്ഷെ അങ്ങനെ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഈസി മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ ലീഡ് കോഡിലുള്ള ആ ഒരു സെയിം ഓർഡറിൽ തന്നെ 1 2 3 4 എന്നൊരു ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഈസി ഉണ്ടാവാം, മീഡിയം ഉണ്ടാവാം, ഹാർഡ് ഉണ്ടാവാം. ഓക്കെ, so let's get started. Before that, if you are new to this channel, don't forget to subscribe my channel and also enable the notification bell. Subscribe my channel. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിവിടെ സോൾഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലത്തെ സൊല്യൂഷൻ നോക്കണ്ട, വി ക്യാൻ ഗോ വിത്ത് അനദർ സൊല്യൂഷൻ. ഇതിലിപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പില്ല. ഓൾറെഡി ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് വേണ്ടത് ഓക്കെ ഞാൻ ഓഫ് ചെയ്തു, നമുക്കത് വേണ്ട. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം മതി. ഞാൻ മറ്റേ നോട്ട് പാഡിൽ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? നമുക്ക് 2 എംപ്റ്റി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. നോൺ നെഗറ്റീവ് നമ്പേഴ്സിൽ 2 ലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണുള്ളത്. അതിനെ റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റോർ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് അത് പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ആ 2 ലിസ്റ്റിനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ 2 നമ്പറിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത്രയ്ക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് വരില്ല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴല്ലേ പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു സുഖം അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പം എന്താണ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ്. എൻ്റെ നമ്പർ 345 342 465 ആണ് എൻ്റെ നമ്പർ. ഓക്കെ, 342 465 എൻ്റെ നമ്പർ. അപ്പോൾ അതിന് ഞാനൊരു ലിങ്ക്ഡ് ലിസ്റ്റിൽ റിവേഴ്സ് ഓർഡറിൽ സ്റ്റോർ ചെയ്തു. എന്ത്? 243 564 എന്ന് സ്റ്റോർ ചെയ്തു. അപ്പോൾ എനിക്കത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2 ലിസ്റ്റ്, L1 L2 എന്ന് പറഞ്ഞിട്ട് 2 ലിസ്റ്റ്. അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വരുന്ന നമ്പറിനും ലിസ്റ്റായിട്ട് എനിക്ക് സ്റ്റോർ ചെയ്യണം, റിവേഴ്സ് ഓർഡറിൽ തന്നെ 708 എന്നുള്ളത്. ഇത് എങ്ങനെയാണ് നോക്കുന്നത്? 342 പ്ലസ് 465, അത് കൂട്ടുമ്പോൾ 807 കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ റിവേഴ്സ് ഓർഡറിൽ 708 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തു. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് മുൻകൂട്ടി തന്നെ അവർ തന്നിട്ടുണ്ടാവും, നിങ്ങളത് മുഴുവൻ നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്ക് അവർ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഓക്കെ, ഞാനൊരു ഓൺലൈൻ പൈത്തൺ കമ്പൈലർ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും PG ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, PG UG ഒക്കെ ഓൺലൈനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. അപ്പം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്കും പഠിക്കാം, നമുക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാം. അത് ഞാൻ അമൃത യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. MCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു ഡോക്ടറായിട്ട് എന്താ IT ഫീൽഡിൽ വന്നിരുന്നു. പക്ഷേ ഡോക്ടർ ശരിക്കുള്ള ഡോക്ടറല്ല കേട്ടോ. ഞാൻ PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ യൂസർ നെയിം റിസർവ് ചെയ്തിട്ട് നോക്കണമെന്നാണ്. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഐ എം നോട്ട് എ ഡോക്ടർ റൈറ്റ് നൗ. എനിക്ക് PhD ഇപ്പോൾ ഇല്ല. 2025 എനിക്ക് ഇപ്പം ഇല്ല, ഞാൻ PG ചെയ്യാണ്. ഓക്കെ, അതേപോലെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറുമല്ല ഞാൻ. ഓക്കെ, ഫൈൻ പോട്ടെ. അപ്പോൾ ഇത്രയുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇത്രയും സൊല്യൂഷൻ്റെ ഒരു ഫസ്റ്റ് 2 ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ക്ലാസ്സും ഒരു ഫംഗ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മളൊരു ഡമ്മി ഹെഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഡമ്മി ഈക്വൽസ് ലിസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസൾട്ട് ലിസ്റ്റിന് സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഡമ്മി ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്കൊരു പോയിന്ററും കൂടി ക്രിയേറ്റ് ചെയ്യാം. കറണ്ട് റിസൾട്ടിന് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ഈക്വൽ ടു ഡമ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ കറണ്ട് വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6 + 4 10 വരും. അപ്പോൾ താഴെ 0 ഇട്ടിട്ട് ഈ 1നെ ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കും ഇല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ക്യാരി വരുന്നതും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്യാരി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വൈൽ L1 ഓർ L2 ഓർ ക്യാരി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് കറണ്ട് വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കണം. ഓക്കെ,
അപ്പം ഞാൻ val1 ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, L1 ഡോട്ട് വാൽ ഇഫ് L1. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൽസ് 0 എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. 1 സെക്കൻഡ്, എനിക്കൊരു കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പം നമ്മളെന്താ പറഞ്ഞത്, നമ്മളെന്ത് ചെയ്യുന്നു, L1 നിന്ന് ഒരു വാല്യൂ ഫെച്ച് ചെയ്തെടുക്കണം. വാല്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വാല്യൂ വരണം, അല്ലെങ്കിൽ 0 വരണം. അതേപോലെ തന്നെ ഞാൻ val2 എന്ന് പറഞ്ഞിട്ട് L2ൻ്റെ കൊടുക്കുന്നു. L2 ഡോട്ട് വാൽ ഇഫ് L2 എൽസ് 0. ക്ലിയർ അല്ലേ? നമ്മൾ 2 ലിസ്റ്റ് വരുന്നുണ്ട്, ഒന്ന് L1ഉം ഒന്ന് L2. ഓക്കെ, ഇത് മുകളിൽ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. L1ഉം L2ഉം ആയിട്ട് 2 ലിസ്റ്റ് നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നമ്മൾ വാല്യൂ എടുത്തത്. ഇനി എന്ത് ചെയ്യുന്നു, നമുക്കതിനെ സം ചെയ്യണം. അപ്പോൾ സം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഈക്വൽ ടു val1 പ്ലസ് val2 പ്ലസ് ക്യാരി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് അടുത്ത ഡിജിറ്റിലോട്ട് ആ ഒരു ക്യാരീനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാരി ഈക്വൽസ് ടോട്ടൽ ഫ്ലോ ഡിവിഷൻ 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം എനിക്ക്. എന്നുവെച്ചാൽ ആ ഒരു പുതിയ ഡിജിറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് എനിക്കൊരു ആ ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കറന്റ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ലിസ്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. അതിനുള്ളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ പെർസെൻറ്റേജ് 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു പുതിയ നോഡിലോട്ട് മൂവ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, കറന്റ് ഈക്വൽ കറന്റ് ഡോട്ട് നെക്സ്റ്റ് കൊടുക്കും. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ അവിടെ ആ ഒരു L1 അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തൊരു നോഡിലോട്ട് മൂവ് ചെയ്യുന്നു. ഇഫ് L1 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, L1 ഈക്വൽ ടു L1 ഡോട്ട് നെക്സ്റ്റ്. അതേപോലെ തന്നെ ഇഫ് L2 ഈക്വൽ ടു L2 ഡോട്ട് നെക്സ്റ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഡമ്മി ഡോട്ട് നെക്സ്റ്റ്. ക്ലിയർ ആണോ? നമ്മൾ ആ റിസൾട്ട് ലിസ്റ്റിന് റിട്ടേൺ ചെയ്യുന്നു. അതേപോലെ ഡമ്മി ഹെഡ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഫൈൻ. ഇതേ സെയിം കോഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം കോഡ് തന്നെയാണ്. ഇതേ കണ്ടോ, ഒരു വ്യത്യാസമില്ല, സെയിം കോഡ് തന്നെ. നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റിസൾട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. അക്സെപ്റ്റഡ്. അതായത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഒരു 10 മിനിറ്റ്സ് ആയി. ഇപ്പം തന്നെ ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ സബ്മിറ്റ് ചെയ്തതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ അത് മനസ്സിലാവണം എന്നില്ല. ഇഫ് യു ആർ ബിഗിനർ ഓർ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് പൈത്തൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോഗ്രാം ചെയ്തത് ഈസി ലെവലായിരുന്നു. ഇതെന്താണ്, മീഡിയം ആണ്. കണ്ടോ, കുറച്ചുകൂടി അതിൻ്റെ ഹാർഡ്നെസ് കൂടി, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഈസി ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം എന്ത് ചെയ്യുക, മീഡിയത്തിലോട്ട് നിങ്ങൾ കടക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പൈത്തൺ പഠിച്ചവരാണ്, ഫങ്ഷൻസ് പഠിച്ചവരാണ്, അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ലിസ്റ്റിനോടും കാര്യങ്ങളൊക്കെ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട എന്നാണ് പറയണത്. പിന്നെയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ജോലിയുടെയും പഠിത്തത്തിൻ്റെയും കാര്യങ്ങൾ ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. അതൊക്കെ സമയത്ത് എല്ലാ കാര്യങ്ങളും നടന്നോളും. IT ജോബാണ്, ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസും ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ ജോബൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനോർത്ത് നിങ്ങൾ വെറീഡ് ആവണ്ട എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ടൈമുണ്ട്, നമുക്കിപ്പോൾ ഒരു 10-60 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു എന്തായാലും 40-നും താഴെയുള്ളവരായിരിക്കും കൂടുതൽ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ കോളേജിൽ പഠിക്കുന്നവരും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഏത് ഡൊമെയിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ്ങിൽ അതിന് നല്ലൊരു റിയൽ വേൾഡ് സൊല്യൂഷൻ ഉള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അതെല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ജോബിനെ കുറിച്ചിട്ടൊക്കെ വേറെ ഒരു വീഡിയോസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് 2-3 മെസ്സേജസ് വന്നു, അത് വായിച്ചപ്പോഴാണ് ഞാനത് പറയണം തോന്നിയത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തതും മീഡിയം തന്നെയാണ്, പിന്നെ വരുന്നത് ഹാർഡാണ്. ഓക്കെ, ഈ മീഡിയം ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, എന്തായാലും ഇന്ന് നോക്കില്ല, നാളെ നോക്കുള്ളൂ. ഇന്നെനിക്ക് കുറച്ച് ബിസിയാണ്. അപ്പോൾ നാളെ ഞാൻ വായിച്ചു നോക്കിയിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണുമല്ലോ, അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ബൈ, ഹാവ് എ നൈസ് ഡേ, ലവ് യു.